ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മൾ രാവിലെ എണീച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നാണെങ്കിൽ ജോണിനും കാര്യങ്ങളും വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ജോലി ഇല്ലാത്ത ദിവസമാണ് കേട്ടോ ഗൈസ്. ഞായറാഴ്ച ആണ്ട് ഇവിടെ ജോലിയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ ഞാനും നോക്കിയാൽ അവനുമായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. അവന് കാറിൽ പോകാൻ പറ്റില്ല, AC-യുടെയൊക്കെ ശ്വാസം മുട്ടാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കും കാര്യങ്ങളും എടുക്കാം കേട്ടോ ഗൈസ്. ബൈക്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷോറൂമിൽ പോയി നമുക്ക് നേരെ പോയി നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷോറൂമിലാണെങ്കിൽ എത്ര വണ്ടി ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഊഹത്തിന് നിങ്ങൾ എല്ലാ വീഡിയോ കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നമ്മളെ KTM ഒക്കെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറി പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ അടിച്ചേക്കണം കേട്ടോ ഗൈസ്. നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 100 ലൈക്കും കാര്യങ്ങളാണ് കേട്ടോ ഗൈസ് നമ്മളെ ടാർഗറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ടും കാര്യങ്ങൾ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ജോണ്ട് പോകുന്നു ഗൈസ്. ജോണ്ട് എൻ്റെ മോനെ ജോൺ നമുക്ക് കണ്ടുപിടിച്ചു കേട്ടോ ഗൈസ്. അവൻ്റെ വീട്ടിൽ അവനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ ജോൺ തന്നെ. അവൻ വേറെ വല്ലവരും ആയിരിക്കുമെന്ന് കേട്ടോ ഗൈസ്. ജോണേടാ കയറാടാ. നിക്കടാ, ഞാനൊന്ന് ഇപ്പൊ വരാടാ. നടക്കരുത്, പയ്യെ നടക്കാൻ പറ്റത്തുള്ളൂ. എന്റെ കാലിന്നലെന്ന് ഞാൻ വീണായിരുന്നു. നീ വീണ ഞാനത് പിന്നെ സോറിടാ, ഷോറൂമിലല്ലടാ, വേറെ എവിടെ പോവാൻ നേരമാണ്ട എന്റെ കാലും കാര്യങ്ങളൊക്കെ തട്ടി ഞാൻ തറയും വീണ്ടാ. എവിടെയോ പറയുന്നില്ല, എന്താണ് കുഴപ്പം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്താണ് എത്താൻ അവൻ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. ജോണേടാ എവിടെ പോകണോടാ? നമുക്ക് എവിടെയൊന്നും പോകണ്ടാ, നമുക്ക് വീട്ടിൽ പോവാടാ. വീട്ടിൽ പോയി കിടക്കാടാ. വാടാ നമുക്ക് വീട്ടിൽ പോവാം. സാധാരണ ഇവൻ ഇങ്ങനൊന്നും പറയാത്തവനാണ് ഇപ്പോൾ വീട്ടിൽ പോയി കിടക്കാന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. എന്താണ്ട് കാര്യമുണ്ട് കേട്ടോ ഗൈസ്. ഇവൻ എന്താണ് നമ്മളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് അത് നമ്മൾ കണ്ട് പിടിച്ചിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മുടെ ജോണിൻ്റെ വീട്ടിലോട്ട് ഞാനാണ് പോവാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ജോൺ എന്താണ് എന്നിൽ നിന്ന് മറച്ച് വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇവൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ ഗൈസ്. ഇതിലേ ആകുമ്പോൾ ഇച്ചിരി വരി കൂടെ പോവാം. ഇതിലേ പോവാം. ഇത് ഒരു വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ വീടും കാര്യങ്ങളും ഞാൻ ഇവന് വാടകയ്ക്കും കാര്യങ്ങളും കൊടുത്തേക്കുന്നതാണ്. ഫ്രീ ആയിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഗൈസ്. വേറെ ആവശ്യങ്ങൾ വരാണെങ്കിൽ നമ്മൾ മെസ്സി റൊണാൾഡോയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഇവനെ ഇറക്കി വിട്ടിട്ട് വരാം. നമുക്ക് കാർ പോർച്ചിൽ കൊണ്ടിടാം ഗൈസ്. ഇത് നമുക്ക് നേരെ ഗൈസ് നമ്മളെ കാർ പോർച്ചിലും കൊണ്ട് വെക്കാം ഗൈസ്, നമ്മുടെ ബൈക്കും കാര്യങ്ങളും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഗൈസ് ഇതൊരു ഗോൾഡൻ ഓടി ഗൈസ്. ഇതൊക്കെ ഇവനെ എവിടുന്ന് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ ഗൈസ്. എനിക്ക് സർപ്രൈസൊക്കെ തരാനായിരിക്കും കേട്ടോ ഗൈസ്. എൻ്റെ മോനെ ഒരു ഗോൾഡൻ ഓടിയും കാര്യങ്ങളുമാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കാണെങ്കിൽ ഈ ഗോൾഡൻ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. ഇവൻ്റെ അടുത്ത് ഈ ചാവിയെന്ന് ചോദിച്ച് നോക്കാം കേട്ടോ ഗൈസ്. അത് തരുമോയെന്നൊന്നും അറിഞ്ഞില്ല. പുതിയ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ തരാൻ പാടാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇത്ര സഹായമൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഏത് റൂം ഗൈസ്? ഇത് എൻ്റെ മോനെ ഇത് വേറെ റൂമാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ നമ്മളെ പട്ടിയൊക്കെ വളർത്തുന്ന റൂമാണ് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ റൂമും കാര്യങ്ങളുണ്ട് ഗൈസ്, സീക്രട്ട് റൂം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ അടുത്തും കാര്യങ്ങൾ പയ്യെ പോയി ചോദിച്ചു നോക്കാം ഗൈസ്. അവനെ സോപ്പിട്ടാലേ നമുക്ക് ആ കീയും കാര്യങ്ങളും അവൻ തരത്തുള്ളൂ ഗൈസ്. അവൻ്റെ നിഷ്കളങ്ക മനസ്സാണ് കേട്ടോ ഗൈസ്. അവൻ തരും ഗൈസ്, ഉറപ്പാണ് കേട്ടോ ഗൈസ്. ജോണേടാ നിൻ്റെ ആ കാറിൻ്റെ ചാവി നീ തരുമോ? ഓടാ ചേർക്ക, അതൊന്നും എനിക്ക് തരാനൊന്നും പറ്റത്തില്ലടാ. അതിനൊക്കെ പ്രൊഫഷണൽ ഡ്രൈവർ വേണോടാ. അല്ലാതെ നിനക്കൊക്കെ തന്നാണെങ്കിൽ അവിടെ കൊണ്ട് ഇടിക്കൂടാ. നീ പോടാ കൊച്ചിറക്ക. അവൻ പറഞ്ഞത് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ദുഃഖവും കാരണം വരുന്നുണ്ട് ഗൈസ്. ഇത്രയും നാൾ ഗൈസ് അവൻ്റെ അടുത്ത് നിന്നിട്ട് ആ കാർ തരത്തില്ലെന്നാണ് ഗൈസ് അവൻ പറയുന്നത്. എന്തായാലും കുഴപ്പമില്ലടാ. ഞാൻ ഇനി ഇപ്പോഴൊന്നും വരുന്നില്ലടാ, പിന്നെ പോയിട്ട് വരാടാ, പിന്നെ ഒരു ദിവസം വരാടാ. ശരിടാ. അവൻ ഗൈസ് നമ്മളെ അവിടെ നിന്ന് അപമാനിച്ച് വിടുകയാണ് കേട്ടോ ഗൈസ്. ഇവനെ ഈ കാർ തരത്തില്ലെന്നാണ് ഗൈസ് പറയുന്നത്. എന്നാൽ ഗൈസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇത് നമുക്ക് രാത്രി വന്ന് അടിച്ച് മാറ്റിയേക്കാം. ഇവനെ ഈ കാറൊന്നും ഇനി വേണ്ട ഗൈസ്. ഇത് നമ്മളെ ഫോർച്യൂണർ കൊണ്ടുവരേണ്ടതാണ്. നമ്മളെ കാർ പോർച്ചിൽ കൊണ്ടുവരേണ്ട സാധനം ഇവൻ്റെ ഇതിലേക്ക് എന്തിനാണ് ഇവൻ്റെ ഇതിലേക്ക് ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. ഈ വാടക വീടൊക്കെ അവനെ മേടിക്കുന്ന വേറെ ഒരു മോശമായ പരിപാടിയായിട്ട് നമ്മൾ അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കുകയില്ല കേട്ടോ ഗൈസ്. നമുക്ക് നേരെ പോയി നമ്മളെ പെട്രോൾ പമ്പിൽ പോയി പെട്രോളും അടിച്ച് ഗൈസ് നമ്മളെ വീട്ടിൽ പോയിട്ട് നമുക്ക് രാത്രിയും കാര്യങ്ങളും ഇവിടെ വരാം. രാത്രി ആകുമ്പോഴത്തേക്ക് കാരണം കിടന്ന് ഉറങ്ങുമ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടി എടുക്കാം. അതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഡിജിറ്റലാണ് കേട്ടോ ഗൈസ്. തന്നെ പെട്രോൾ അടിച്ചോളും. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസ എവിടെ നിന്ന് ഫുൾ ടാങ്കിൻ്റെ? അത് അവൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നൈസിനിങ് എടുത്ത പൈസയാണ് കേട്ടോ ഗൈസ്. അത്രയ്ക്ക് വലിയ പൈസ ഒന്നും എടുത്തില്ല, വെറും 2000 രൂപ മാത്രമേ അവൻ്റെ നിന്ന് ഞാൻ എടുത്തോളൂ ഗൈസ്. അതും അവൻ എനിക്ക് തന്നതാണ് ഗൈസ്, വാടകയായിട്ട് അവൻ തന്നതാണ് കേട്ടോ ഗൈസ്. വലിയ പോകാൻ നേരമാണ് ഒരു അമ്മൂമ്മ എൻ്റെ വണ്ടി കയറി ചോദിച്ചത്, മോനെ ഡ്രൈവർ സ്റ്റേഷനൊന്നും ആക്കുമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയാൽ ഡ്രൈവർ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പാവല്ലേ ഗൈസ്, കാലൊന്നും വയ്യാത്തതല്ലേ. ഇവിടെ നിർത്തിയാ മതി. മോനെ വളരെയധികം നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ട, ആരെങ്കിലും ഉപകാരം ചോദിച്ചാൽ ചെയ്തു കൊടുത്താൽ മതി അമ്മൂമ്മ. ഇവർക്ക് നമ്മളെ ഉപകാരമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കത്തില്ല കേട്ടോ ഗൈസ്. ഒരു അമ്മൂമ്മയുടെ പ്രാർത്ഥന മതി ഗൈസ് നമുക്ക് രക്ഷപ്പെടാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗൈസ് നമ്മൾ മാൻഷനിലോട്ടും കാര്യമെല്ലാം വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ മാൻഷനിലും കാര്യങ്ങളും എത്തിയിട്ട് കാണാം ഗൈസ്. മാൻഷനിലും കാര്യങ്ങളും എത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാവേ ഗൈസ്. അപ്പോൾ ഗൈസ് രാത്രി ആയിട്ട് വേണം ഗൈസ് നമുക്ക് അവൻ്റെ കാറും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ ഗൈസ്, എന്ന് വെച്ചാൽ സ്റ്റീലിങ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല മഴയും കാര്യങ്ങളുണ്ട്. ഹെൽമെറ്റൊക്കെ എടുത്തിടാൻ ഗൈസ്. ഹെൽമെറ്റ് ഇടില്ലെങ്കിൽ ഗൈസ് മരയൊക്കെ നനഞ്ഞ് നമ്മളിവിടെ കുളിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ കുളിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് അവൻ്റെ കാറും കാര്യങ്ങളും നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ മോനെ ഇടിച്ച് ഈ ബൈക്ക് ഇവിടുന്ന് എടുത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാനൊരു സമ്മാനം കുറവുള്ള ഗിഫ്റ്റ് അടിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഈ ബൈക്ക് ഇവിടുന്ന് എടുത്തതെന്ന് കറക്റ്റ് പറയുന്നവരെ പേര് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ അവൻ്റെ മാൻഷനിലും കാര്യങ്ങളും പോവാൻ ഗൈസ്. എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാം ഗൈസ് എൻ്റെ മാൻഷനും കാര്യങ്ങളുമാണ് കേട്ടോ ഗൈസ്. അവനെ വെറുതെ വാടകയ്ക്ക് കൊടുത്തതേ ഉള്ളു ഗൈസ്. അവൻ എനിക്ക് കാറ് തന്നില്ല കേട്ടോ ഗൈസ് ഓട്ടിക്കാൻ. അപ്പോൾ ഗൈസ് അവൻ ഒത്തിരി അടുത്ത് ഓട്ടിക്കാൻ തരാത്തതുകൊണ്ട് തന്നെ അവൻ്റെ നിന്ന് ഞാൻ കാറ് എൻ്റെ മോൻ ഇവിടെ ഇടിച്ച് കയറ്റാൽ ഏറ്റവും ഭാഗ്യത്തിന് ഓഫാക്കിയില്ലായിരുന്നു. ഇപ്പോൾ ഇറങ്ങി വന്നതന്നെ ഗൈസ് അവൻ. ഗൈസ് അവിടെ ക്യാമറ കാണുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. ക്യാമറ കാണല്ലേ നമുക്ക് പ്രാർത്ഥിച്ച് പോവാം ഗൈസ്. ഈ ക്യാമറ കാണുകയാണെങ്കിൽ ഗൈസ് പെടും ഗൈസ്. എന്തുവാണെങ്കിൽ ഞാൻ ചെയ്യാൻ മടിക്കാത്തവനാണ് ഗൈസ് ജോൺ എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം ഗൈസ്. നമുക്ക് ആദ്യം നമ്മളെ ഗോൾഡൻ ഓടിക്കാം ഗൈസ്. ഗോൾഡൻ ഓടി വിട്ടാൽ ഇതിനകത്ത് ബൈക്ക് കുറേ എടുക്കാം ഗൈസ്. നമുക്ക് ഹെൽമെറ്റൊക്കെ ഒന്ന് വലിച്ച് ഊരി കളഞ്ഞേക്കാം ഗൈസ്. ഹെൽമെറ്റൊക്കെ ഊരി തെറിച്ച് പോണ ഹെൽമെറ്റേ അവന് മനസ്സിലാകും ഗൈസ് ഞാൻ ഇവിടെ വന്നെടുത്തത്. അവന് മനസ്സിലാക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അവൻ്റെ വാടക പൈസയും എല്ലാം കൂടെ ഞാൻ ഇതിനകത്തൊക്കെ തീർക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ മാൻഷനിലായിട്ടും കാര്യങ്ങളും പോവാം ഗൈസ്. അടിപൊളി റോഡിങ് കാര്യങ്ങളാണ് കേട്ടോ ഗൈസ്. ഈ ഗോൾഡൻ ആണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഗോൾഡൻ ആയിട്ട് നമുക്കൊരു മാൻഷനും കുറേ ബൈക്കും കാറും മേടിക്കാം ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് നമ്മളെ നാട്ടിലോട്ട് നാളെയും കാര്യങ്ങളും ഷിൻചാനും കാര്യങ്ങളും ലാൻഡ് ആവാൻ പോവുകയാണ്. ഷിൻചാനും വേറൊരു തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. പിഞ്ചാനും കാര്യങ്ങളൊക്കെ പെടുകയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഗൈസ് വലുതായിട്ട് പെടും കേട്ടോ ഗൈസ്. ഷിൻചാനും പിഞ്ചാനും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ തെണ്ടേണ്ടി വരും കേട്ടോ ഗൈസ്. വരി പോയിട്ട് തെണ്ടേണ്ടി വരും. അത്രയ്ക്ക് സീനാണ് അവന്മാർ നമ്മളെ മുടിപ്പിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കൊണ്ട് ഗൈസ് നമ്മളെ ഗോൾഡൻ ഓടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവിടാം ഗൈസ്. പയ്യെ ചേർത്തിടാം ഗൈസ്. ഇത്ര ഇട്ടിരുന്നാൽ മതി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.